കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037 921 329. വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റിലും CPIM വിജയിച്ച സാഹചര്യത്തിൽ 2 ദിവസം മുൻപ് വേലൂർ ഗ്രാമപഞ്ചായത്തിൽ BJP കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടെന്ന് പറഞ്ഞ് ആഭാസ സമരം നടത്തിയ CPIM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ജനുവരി 5-ാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തുല്യ വോട്ട് നേടിയതിനെ തുടർന്ന് കോൺഗ്രസിലെ 3 അംഗങ്ങൾ നറുക്കെടുപ്പിലൂടെ വിജയിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നിരിക്കുകയാണ്. 3 എണ്ണവും CPM വിജയിച്ച ഈ സാഹചര്യത്തിൽ 2 ദിവസം മുമ്പ് കോൺഗ്രസും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞ് CPM വലിയ ആവാസ സമരം നടത്തി ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPM ഈ വേലൂർ പഞ്ചായത്തിലെ ജനസമൂഹത്തിനോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആവശ്യമായ നോമിനേഷൻ ഇല്ലാത്തതിനാൽ 6-ാം തീയതിയും തെരഞ്ഞെടുപ്പ് നടത്തി അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റ് ഒഴികെയുള്ള മുഴുവൻ അംഗങ്ങളും ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കണം. തുടർന്ന് മുഴുവൻ സ്ഥാനങ്ങളും നികത്തുന്നതിനുള്ള നോമിനേഷൻ ഇല്ലാത്തതിനാൽ ഒഴിവുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJP അംഗത്തെയും ധനകാര്യ കമ്മിറ്റിയിലേക്ക് CPIM അംഗങ്ങളെയും തെരഞ്ഞെടുത്തിരുന്നു. കോൺഗ്രസ് അംഗങ്ങളെല്ലാം നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. BJP അംഗത്തെ വികസന കമ്മിറ്റിയിലേക്കും CPIM അംഗങ്ങളെ ധനകാര്യ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കുന്നതിനെ അംഗങ്ങളാരും എതിർത്തിരുന്നില്ല. ഏതെങ്കിലും അംഗത്തെ ഒഴിവുള്ള കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കുന്നുണ്ടോ എന്ന് റിട്ടേണിംഗ് ഓഫീസർ യോഗത്തിൽ ചോദിച്ചപ്പോൾ BJP അംഗം സ്വമേധയാ താൽപര്യം അറിയിക്കുകയായിരുന്നു. CPIM അംഗത്തെ നിർദ്ദേശിച്ചില്ല. കോൺഗ്രസ് അംഗങ്ങൾ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. BJP അംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാതെ വിട്ടുനിൽക്കുകയാണുണ്ടായത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് 2 കോൺഗ്രസ്, 2 CPIM, 1 BJP, ക്ഷേമകാര്യത്തിലേക്ക് 2 കോൺഗ്രസ്, 2 CPIM, വിദ്യാഭ്യാസം 2 കോൺഗ്രസ്, 2 CPIM എന്നിങ്ങനെയാണ് കക്ഷിനില. നറുക്കെടുപ്പിലൂടെ 3 ചെയർമാൻ സ്ഥാനവും CPIMന് ലഭിച്ചു.